യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും പ്രൈസ് ജനറേഷൻ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീസസ് എവരിഡേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, സൗഖ്യങ്ങൾ കൊണ്ടുവരും, പുരോഗതികൾ കൊണ്ടുവരും, ഉയർച്ചകൾ കൊണ്ടുവരും. പ്രാർത്ഥനയ്ക്ക് പ്രൈസ് ജനറേഷൻ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു കൂട്ടം ജനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പിൻപിലുണ്ട്. ധൈര്യപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തരണം. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല നിങ്ങളുടെ പ്രൈസ് റിപ്പോർട്ടുകൾ കൂടി ഞങ്ങൾക്ക് അയച്ചു തരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ ഒരു ശക്തിയാണ്. നമ്മൾ അതിൻ്റെ മറുപടി കണ്ടിരിക്കും. അതിനെക്കുറിച്ച് ഈ PUSH പുഷ് എന്ന വാക്ക് അമേരിക്കയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസവ സമയത്ത് സ്ത്രീ പ്രസവിക്കുമ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവും കൂടെ നിൽക്കാനുള്ള അവസരങ്ങളും അനുവാദവും ഉണ്ട്. ഭർത്താവ് കയ്യിലൊക്കെ പിടിച്ച് തലയിലൊക്കെ തടുകി ആശ്വസിപ്പിച്ച് നിൽക്കുമ്പോൾ ഡോക്ടർമാർ, നേഴ്സുമാർ എല്ലാവരും കൂടി ചേർന്ന് പറയുന്ന വാക്കാണ് പുഷ്. അതായത് കുഞ്ഞിനെ വെളിയിലേക്ക് തള്ളുക. ആ വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വെളിയിലേക്ക് തള്ളുക. വേദന കൊണ്ട് കരയുന്ന ആ സ്ത്രീയോട് പറയുന്നതാണ് പുഷ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്രസവ വേദനപ്പെടുന്നു എന്നാണ് പൗലോസ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദനപ്പെടുന്നു. ഭയങ്കരമായ ഒരു വേദനയാണ് പ്രാർത്ഥനയിൽ തനിക്ക്. അങ്ങനെയും പ്രാർത്ഥനയിൽ ഉറങ്ങുന്നു എന്നല്ല, പ്രാർത്ഥനയിൽ ഭിത്തിയെ ചാരിയിരിക്കുന്നു എന്നല്ല, പ്രാർത്ഥനയിൽ അബോധാവസ്ഥയിലായി എന്നല്ല, പ്രാർത്ഥനയിൽ മൊബൈൽ നോക്കിയിരിക്കുന്നു, പ്രാർത്ഥനയിൽ കുട്ടികളെ കളിപ്പിക്കുന്നു, പ്രാർത്ഥനയിൽ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു, ഏകാഗ്രതയില്ലാതിരിക്കുന്നു എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. പ്രാർത്ഥനയിൽ പ്രസവ വേദനപ്പെടുന്നു. അങ്ങനൊരു പ്രാർത്ഥനയുടെ തലത്തിലേക്ക് നമ്മൾ കയറണം. അതായത് പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻസ്. പുഷ്, പി എന്ന് പറഞ്ഞാൽ പ്രേ, യു എന്ന് പറയുമ്പോൾ അണ്ടിൽ, എസ് എന്ന് പറഞ്ഞാൽ സംതിങ്, അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ happen, PUSH. Pray until something happens. ചിലത് സംഭവിക്കും വരെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത് അതാണ്. അപ്പോസ്തലനായ പൗത്രോസിനു വേണ്ടി അവരുടെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു. അങ്ങനൊരു പ്രാർത്ഥനയുടെ തലം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ കാണണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീടിനെ അനുഗ്രഹത്തിൽ കൊണ്ടുവരണം. എത്ര വലിയ കടത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും, പ്രാർത്ഥിക്കുക. ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കിടന്ന് പ്രാർത്ഥിക്കുക. ഏതായാലും പ്രാർത്ഥിച്ചേ മതിയാകും. ചിലത് സംഭവിക്കും വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കണ്ടേ മതിയാകും. ഈ നവംബർ മാസം ഞാൻ മറുപടി കാണുമെന്നുള്ളൊരു വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി ഒരുങ്ങാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് 12-ന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യമേ ഇനി പറയാനുള്ളൂ. 24-25 ചേർന്ന് വായിക്കാം. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. 23-ാം വാക്യം, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഹേരോദാവ് ദൈവസഭയ്ക്കെതിരെ കൈ നീട്ടിയവൻ, യാക്കോബിനെ കൊന്നവൻ, പത്രോസിനെ പിടിച്ചവൻ, അഹങ്കരിച്ചവൻ, ഒരു ദൈവദൂതന്റെ അടിയേറ്റ് മരിച്ചത് പഴയ നിയമമല്ല, പുതിയ നിയമത്തിൽ സംഭവിച്ചു. പുതിയ നിയമത്തിലും ദൈവത്തിന് ചില ന്യായവിധികളൊക്കെ നടത്താൻ കഴിയും. ദൈവസഭയ്ക്കെതിരെ വരുന്ന എല്ലാ ഉയർച്ചകളെയും കർത്താവ് അമർച്ച ചെയ്യുന്ന ദൈവമാണ്. ഇങ്ങനെ ഹേരോദാവെന്ന ഭയങ്കരമായ പ്രതികൂലത്തെ കൃമിക്കിരയാക്കി കളഞ്ഞു. ഒരു ദൂതൻ അടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടുന്നു.
പ്രാണനെ വിട്ട് 2-3 ദിവസം കഴിയുമ്പോഴാണ് നാറിപ്പുഴുത്ത് കൃമിക്ക് ഇരയാകുന്നത്. ഇത് അടിയോടുകൂടി തന്നെ അവൻ കൃമിയായി. അതിൻ്റെ അർത്ഥം അവൻ്റെ മാംസം പോലും ഭൂമിയിൽ ഇരിക്കാൻ ദൈവം അനുവദിച്ചില്ല, ലേറ്റായില്ല. അവൻ്റെ ശരീരം മുഴുവൻ കൃമിയായി, പിന്നെയാണ് ചത്തത്. അതുപോലത്തെ അടിയൊക്കെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കയ്യിലുണ്ട്. എന്തൊരടിയാണ്! ഒറ്റ അടിക്ക് കൃമിയായിപ്പോയി. പിന്നീടാണ് ആള് തട്ടിപ്പോയത്. അവൻ പ്രാണന് വിട്ടു. അതിൻ്റെ അർത്ഥം പട്ടുകൊണ്ടുള്ള വസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, സിംഹാസനത്തിലോട്ട് നോക്കുമ്പോൾ ഒരു തലയോട്ടിയും കുറേ എല്ലുകളും കുറച്ച് തുണിയും മാത്രം ബാക്കി. അടക്കാൻ പോലും ഒരു ശരീരം കിട്ടിയില്ല. അതുപോലെ അഹങ്കരിച്ചവനാണ്. അതുപോലെയൊക്കെ അടിയൊക്കെ തരുന്ന ദൈവദൂതന്മാരൊക്കെ ഉണ്ട്. ഈ വാർത്ത ദേശത്ത് പരന്നു. കാരണം ഭൂമിയിൽ ആരും ഇങ്ങനെ മരിച്ചിട്ടില്ല. അടക്കാൻ ആളെ കിട്ടിയില്ലെന്ന്, രാജാവിനെ അടക്കം ചെയ്യാനായിട്ട് കിട്ടിയില്ല. ഒരു കിരീടം കിടപ്പുണ്ട്, കിരീടത്തോട് ചേർന്ന് ഒരു തലയോട്ടി കിടപ്പുണ്ട്, പിന്നെ കുറേ കയ്യും കാലും ഇതിൻ്റെയൊക്കെ അസ്ഥികളുണ്ട്, ആ പട്ടുടുപ്പുണ്ട്. ബാക്കി എല്ലാം കൃമി തിന്നു. കുറേ കൃമി അവിടെ കിടപ്പുണ്ട്, ആരും അങ്ങോട്ട് അടുക്കുന്നില്ല. അതുപോലെ പുഴുവിനെ കൊണ്ട് തൻ്റെ സിംഹാസനം നിറഞ്ഞു. ദൈവം ന്യായവിധിയുടെ ദൈവമാണ്. നീ ദൈവത്തിൻ്റെ വിലപ്പെട്ട പൈതലെങ്കിൽ നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ആയുധങ്ങളെ എല്ലാം ദൈവം ഇല്ലായ്മ ചെയ്യും. നീ പ്രാർത്ഥിക്കുക. ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗൗരവമേറിയ കാര്യമായിട്ട് നമ്മൾ എടുക്കണം. അതൊരു വലിയ അനുഗ്രഹമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായിരുന്ന യോങ്കിച്ചോ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സഭയിൽ തന്നെ ലക്ഷങ്ങൾ കൂടുന്നു, 10 ലക്ഷത്തിലധികം പേര് കൂടുന്നു. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ലോക രാജ്യങ്ങൾ മുഴുവൻ ടെലിവിഷനിലൂടെ റേഡിയോയിലൂടെയൊക്കെ ഉണ്ട്. ജപ്പാനിലും അമേരിക്കയിലും എല്ലാം തനിക്ക് വേലയുണ്ട്, ലോക രാജ്യങ്ങളിൽ വേലയുണ്ട്. എല്ലായിടത്തുനിന്നും കിട്ടുന്ന പ്രാർത്ഥന വിഷയം, കഴിയുന്ന അത്രയും ഞാൻ തന്നെ പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി, എങ്ങനെ ഇത്രയും ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും? എല്ലാ വിഷയങ്ങളും പ്രാർത്ഥന വിഷയം തൻ്റെ അടുത്ത് വന്നിട്ട് താനത് പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുക എന്ന് കമാൻഡ് ചെയ്യുന്ന ആളല്ല, പ്രാർത്ഥിക്കുന്നയാളാ. അതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം വളർത്തിയത്. 5 മണിക്കൂർ രാവിലെ എഴുന്നേറ്റ് കൊറിയയിലെ അതികഠിനമായ തണുപ്പിൽ 5 മണിക്കൂർ അദ്ദേഹം മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരംഭ ചരിത്രങ്ങളാണ്. നല്ലൊരു പുതപ്പില്ലാഞ്ഞതുകൊണ്ട് കീറിയ 5 പുതപ്പ് പുതക്കുമ്പോഴാണ് അതിനകത്ത് തണുപ്പ് കയറാതെ മറയൂ. പല ദ്വാരങ്ങളും പല പുതപ്പിനുണ്ട്. 5ഓളം പുതപ്പ് കീറിയത് താൻ ചേർത്ത് പിടിച്ച് പുതച്ച് 5 മണിക്കൂർ ഇരിക്കും. അത് രാവിലെ മുതൽ 5 മണിക്കൂർ. ആ ഇരിപ്പായിരുന്നു ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ആദ്യത്തെ 1 ലക്ഷത്തിന് മുകളിൽ വന്ന സഭയുണ്ടാകാനൊക്കെ കാരണമായത്. അതിനു മുമ്പ് 10,000-നും 12,000-നും മുകളിൽ ഒരു വലിയ ജനക്കൂട്ടം ഇല്ലായിരുന്നു. കൊറിയയുടെ 1/3 സൗത്ത് കൊറിയയുടെ 1/3 യേശുവിലേക്ക് തിരിച്ച രാജ്യത്തിൻ്റെ അനുഗ്രഹമായ ദൈവപുരുഷൻ പ്രാർത്ഥന കൊണ്ട് മാത്രം ആ രാജ്യത്തൊരു ചലനമയച്ചവനാണ്. ലോകരാജ്യങ്ങളിൽ ചർച്ച് ഗ്രോത്ത് എന്ന ഒരു കാര്യവുമായി യാത്ര ചെയ്തു. ചർച്ച് ഗ്രോത്ത് ഇന്റർനാഷണലിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റായി ഇന്ത്യയിൽ പലവട്ടം വന്നു. തൻ്റെ വാർദ്ധക്യത്തിൽ 80 വയസ്സ് കഴിഞ്ഞപ്പോൾ പലവട്ടം വന്നു. ലോക രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഇന്ന് എവിടെ പോയാലും 10 ലക്ഷം 25 ലക്ഷമൊക്കെ കൂടുന്നത് ഒരു സാധാരണ സംഭവമായി. 1 ലക്ഷത്തിന് മുകളിലുള്ള അനേക സഭകൾ എഴുന്നേറ്റ് വന്നു. കാരണം യോങ്കിച്ചോ എന്ന ഒരു ദൈവദാസന്റെ പ്രാർത്ഥനയുടെ ശേഷിയാണ്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സെമിനാറിൽ പങ്കെടുത്തിട്ടില്ല. എനിക്ക് മറ്റുള്ള ഒരു ഉണർവ് യോഗം അറിയില്ല. എന്നാൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് എന്നെ എല്ലാം പഠിപ്പിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ
കരമൊന്ന് ചലിക്കുന്നത് കാണാൻ നമുക്കിടയാകട്ടെ. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. അതായത് ന്യായവിധിയും പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അതോടുകൂടി ദൈവഭയം, ദൈവവചനം എല്ലായിടത്തും പരക്കുകയാണ്. ദൈവം ചലിക്കുന്ന ദൈവമാണെന്നും ദൈവം മറുപടിയുടെ ദൈവമാണെന്നും തൻ്റെ മക്കളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഏത് ഹേരോദാവിനെയും കൈകാര്യം ചെയ്യുന്ന ദൈവമാണെന്നും ദൈവം തെളിയിച്ച അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം. അവിടെ വായിക്കുന്നു 24-ാം വാക്യം, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ദൈവവചനം പരക്കരുത്, ദൈവവചനത്തെ ഇല്ലായ്മ ചെയ്യണം. ഇതായിരുന്നു അവരുടെ അജണ്ട, യഹൂദന്മാരുടെയും ഹേരോദാവിൻ്റെയും അജണ്ട. എന്നാൽ അത് പൊളിഞ്ഞുപോയി. ഹേരോദാവിൻ്റെയും അതുകൂടാതെ യഹൂദന്മാരുടെയും പ്രതീക്ഷകളിൽ നിന്ന് തന്നെ വിടുവിച്ചു എന്ന് മനസ്സിലായെന്നാണ് അവിടെ വായിക്കുന്നത്. അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, ദൈവവചനം നിലനിർത്തരുത്, ദൈവവചനം പരക്കരുത്, ഈ ഉപദേശം പരക്കരുത്, ക്രിസ്തുവിൻ്റെ മാർഗം പരക്കരുത്, അവരുടെ മതം മാത്രം വലുതായിട്ട് നിന്നാൽ മതി, അവരുടെ മതം മാത്രം ഉയർന്നു നിന്നാൽ മതി, എന്നാൽ ക്രിസ്തീയ മാർഗം പരക്കരുത്. അതന്നും ഇന്നും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തി, കണ്ണുനീരോടെ വിതച്ച് ആർപ്പോടെ കൊയ്ത ഒരു സഭയുടെ ശക്തി, ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരിക്കുവാൻ കാരണമായി. അതോടെ ആ ചാപ്റ്റർ അവിടെ തീരുകയാണ്. ഒരു വാക്യം കൂടി അതിലുണ്ട്. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനെയും കൂട്ടി യെരുശലേം വിട്ട് മടങ്ങിപ്പോന്നു. ബർന്നബാസും ശൗലും ഒരു ഭയങ്കര കൂട്ടു ശുശ്രൂഷകരാണ്. മർക്കോസ് എന്ന് പറയുന്നയാള് ബർന്നബാസിന്റെ കുടുംബക്കാരനാണ്. അങ്ങനെ അത് ഒരു ശുശ്രൂഷകനായിട്ട് ബർന്നബാസിനും ശൗലിനും കൂടെയുണ്ട്. അങ്ങനെ ഒരു 3 പേരും കൂടി ഒരു വലിയ ശുശ്രൂഷ നിവർത്തിച്ച ശേഷം അവർ യെരുശലേം വിട്ട് മടങ്ങി വന്ന കാര്യം കൂടി പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. വലിയ ശുശ്രൂഷകൾ ഇല്ലാതെയാക്കാൻ പിശാച് നോക്കുമ്പോൾ ശുശ്രൂഷകൾ നിവർത്തിച്ച ശേഷം അവർ മടങ്ങി വരികയാണ്. നിവർത്തിക്കാൻ കഴിയും. ശുശ്രൂഷകൾ നിവർത്തിക്കാൻ അനുവദിക്കാത്ത പിശാചിന്റെ വെല്ലുവിളി ഉള്ളിടത്ത് തന്നെ ശുശ്രൂഷകൾ നിവർത്തിച്ച ശേഷം ഒരു തിരിച്ചുവരവ് നമുക്കെല്ലാവർക്കും കർത്താവ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കരുത്. നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാക്കുവാൻ, വേല തികയ്ക്കുവാൻ, അത് നമ്മുടെ ആഹാരമായിട്ട് നമ്മൾ ആഗ്രഹത്തോടെ നിന്നാൽ നമ്മുടെ ശുശ്രൂഷകൾ തീർക്കാൻ ദൈവം അവസരം തരും. യേശുവിൻ്റെ ശുശ്രൂഷ ഒന്നുപോലും പെൻഡിങ് ആയില്ല. കാൽവരി ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ഏറ്റൊടുവിൽ പറഞ്ഞത് നിവർത്തിയായെന്നാണ്. നിവർത്തിയാകാൻ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ദാഹിക്കുന്നു എന്നൊരു വാക്യം കൂടി നിവർത്തിയാകാനുണ്ട്. യേശു അത് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അപ്പോഴേക്കും പുളിച്ച വീഞ്ഞുമായിട്ട് അവരവിടെ വന്നു. യേശു അത് കുടിച്ചില്ല എന്ന് ഒരു സുവിശേഷത്തിലുണ്ട്. അത് കുടിക്കാനല്ല, എനിക്ക് ദാഹിക്കുന്നു എന്നൊരു വാക്ക് യേശു പറയേണ്ടതായിരുന്നു. ജനങ്ങൾക്ക് അതിൻ്റെ വ്യാഖ്യാനമൊന്നും അറിയണ്ട. യേശു ചില മണിക്കൂറുകളായിട്ടൊന്നും കഴിച്ചിട്ടില്ല. യേശു ചില മണിക്കൂറുകളായിട്ട് ഒന്നും കുടിച്ചിട്ടില്ല. അതുപോലെയുള്ള പീഡനമായിരുന്നു. ശരീരത്തിലുള്ള വെള്ളവും രക്തവും എല്ലാം വാർന്നുപോയി. അതുപോലെ വേദനയുടെ നടുവിലാണ് യേശു. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള പദ്ധതി മുഴുവനും നിവർത്തിക്കാൻ ദൈവം തൻ്റെ കൂടെയിരുന്നു. സകലത് നിവർത്തിയായി, ടെറ്റലസ്റ്റായി, സകലത് നിവർത്തിയായി എന്ന് പറഞ്ഞ് യേശു പ്രാണനെ വിട്ടു. ഇതുപോലെ സകലത് നിവർത്തിയാക്കുന്ന കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ അവരുടെ ജീവിതത്തെ മുഴുവനും മനോഹരമാക്കുവാൻ, അവരുടെ പദ്ധതികളെ പൂർത്തിയാക്കാൻ, ദൈവവചനം പരക്കുവാൻ, ദൈവത്തിന് ഈ കുടുംബങ്ങൾ മുഖാന്തരം മഹത്വമുണ്ടാകാൻ
ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഈ കേൾക്കുന്ന വചനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അലങ്കാരമായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ, സൗഖ്യമായി മാറട്ടെ, സമാധാനമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ, ആഘോഷമായി മാറട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. വലിയ അത്ഭുതങ്ങളെ നമുക്ക് വിശ്വസിക്കാം, കാത്തിരിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. Jesus.